ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ചപ്പാത്തിയും ചിക്കൻ കറിയും നല്ല കോമ്പിനേഷനാ. വേഗം വിളമ്പ്. ചിക്കൻ കറിയൊന്നും ഇല്ലമ്മ. പിന്നെ ഇത് കിഴങ്ങ് കറിയാ. എന്താ കിഴങ്ങ് കറിയാ? ആർക്കാ ഇവിടെ ഗ്യാസ് കയറ്റുന്ന നീക്ക കൂടാ? ഇതിലും പേര് നിനക്കൊക്കെ എന്നെ കൊന്നൂടെ? നീ ആലോചിക്കുന്ന കാര്യം എന്താണെന്ന് എനിക്കറിയാം. ഞാൻ ആലോചിക്കുന്ന കാര്യം എന്താണെന്ന് അച്ഛനെങ്ങനെ മനസ്സിലായി? ഞാൻ നിന്റെ അച്ഛനായതുകൊണ്ട്. മക്കളുടെ മനസ്സൊന്ന് ഇടറിയ അത് അച്ഛനും അമ്മയും അറിയും. അതാണ് രക്തബന്ധത്തിന്റെ മാജിക്. എന്താടാ നീ ഇങ്ങനെ നോക്കുന്നത്? ഞാനൊരുക്കിയതാടാ നിന്റെ തണല്. നിന്റെ മനസ്സിലൊരു യുദ്ധം നടക്കുന്നുണ്ട്. അത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല, കുറേ നാളായിട്ട് നടക്കുന്നതാ. ഋതികാമടുത്ത കല്യാണം കഴിക്കണോ വേണ്ടയോ എന്ന നിന്റെ ആലോചന. എന്നാ നിന്റെ അച്ഛനായ ഞാൻ പറയുന്നു, നീ മാഡത്തെ കല്യാണം കഴിക്കണം. ഇത് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹമായതുകൊണ്ടല്ല, നിന്റെ ആഗ്രഹം അത് തന്നെയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാ. അച്ഛാ, ആ കൊച്ച് നിന്നെ സ്നേഹിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു നടക്കുന്നു. നീ പേടിച്ച് അത് മനസ്സിൽ കൊണ്ടു നടക്കുന്നു. നിങ്ങൾ അന്യോന്യം ഇഷ്ടപ്പെടുന്നു. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നടക്കുമെന്ന് ഉറപ്പുള്ളപ്പോ അത് വേണ്ടെന്ന് വെക്കുന്നവന് ത്യാഗിയല്ല, ദ്രോഹിയാ, ദ്രോഹി. ആ പാവത്തിന്റെ കണ്ണീരിൽ മുങ്ങി ചാവല്ലേടാ. അതിനെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാൻ നോക്ക്. അച്ഛാ, എല്ലാവരും ഇങ്ങനെ നിർബന്ധിക്കുന്ന സാഹചര്യത്തില് ഋതിക മേഡം പഠിക്കട്ടെ. പഠിച്ച് ജയിച്ചതിന് ശേഷം കല്യാണം നടത്താന്ന് പറയാം. വേണോട്ടാ, ആ ഇന്ന് ചപ്പാത്തിയാണോടി? ആ ചപ്പാത്തിയ. എന്താ കറി? കിഴങ്ങ് കറിയാ. ദൈവമേ, ആ ചീഫ് ഗസ്റ്റ് ഇന്ന് ഇവിടെ പ്രശ്നം ഉണ്ടാക്കൂലോ. മുണ്ടക്കൽ ശേഖരന്റെ നേർപ്പെങ്ങൾ. ഉച്ചയ്ക്ക് മീനും ചിക്കനും ഒക്കെ അവര് കഴിച്ചല്ലേ വേണോട്ടാ? അതൊക്കെ ശരിയാ. പക്ഷെ ആ സ്ത്രീക്ക് സകല നാൽക്കാലികളുടെ ഇറച്ചി വേണം. എന്ത് ചെയ്യും? അങ്ങനെയൊക്കെ കളിയാക്കിയൊന്നും വേണ്ട. നല്ല ഒന്നാന്തര തറവാട്ടി പറഞ്ഞവളാ എന്റെ അമ്മ. ആ അത് ജയം പറഞ്ഞത് ശരിയാ. മുണ്ടക്കലമ്മയുടെ വേഷവും പത്രാസും കണ്ടാലറിയാം തറവാട്ടുകാരിയ. ആ വായെന്ന് വരുന്ന വാക്കൊക്കെ എന്തൊരു തറവാടിത്ത. അച്ഛൻ അത്രയ്ക്ക് അങ്ങനെ ആക്കേന്നും വേണ്ട. കാര്യം ഞാനും എന്റെ അമ്മയും തമ്മില് പല കാര്യത്തിലും ഉടക്കാം. എന്നാലും എന്റെ അമ്മ നേര് നിറയുള്ളോളാ. വേണോട്ടാ, രാജു വന്നില്ലല്ലോ. ആ മുറിയിലുണ്ട്, ഇപ്പൊ വരും. ആഹാരം കഴിക്കാൻ അമ്മ വിളിക്കടി. എനിക്ക് അവരെ വിളിക്കാൻ പേടിയാ. അതിന് നീ എന്തിനാ അവരെ പേടിക്കുന്നേ? ഇവിടെ കിഴങ്ങും പയറും ഒക്കെ അല്ലേ കറി. അവർക്ക് കടിച്ചു പറിക്കാനായിട്ടെ ഇറച്ചി മീനൊക്കെ വേണം. ദിനം പ്രതി ഇങ്ങനെ ഇറച്ചി മീനൊക്കെ കഴിച്ചാ വല്ല അസുഖവും പിടിക്കൂലേ? ആ വാ ഇരിക്കും. അല്ല, അളിയന്റെ അമ്മ കഴിക്കാൻ വരുന്നില്ലേ? കണ്ടില്ല. അയ്യോ, ഈ വീട്ടിൽ എന്റെ മോനും മരുമോക്കും പോലും ഇല്ല എന്നോട് ഇത്ര സ്നേഹം. രാജുമോൻ എന്റെ വയറ്റി വന്ന് പിറന്നില്ലല്ലോ എന്നാ ഇപ്പൊ എന്റെ സങ്കടം. ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്റെ അമ്മേ? വയറ് മാറിപ്പോയി. ഞാൻ അത്ര മോശമാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? ഞാനിവിടെ വന്ന് നിൽക്കുന്നതേ നിന്നെ ഒന്നും കാണാൻ വേണ്ടിയല്ല, ഇവരെയൊക്കെ കാണാൻ വേണ്ടിയാ വന്നത്. ചുമ്മാ ഇന്ന് ചപ്പാത്തിയാണോ? ആ
ചപ്പാത്തിയും ചിക്കൻ കറിയും നല്ല കോമ്പിനേഷനാ. വേഗം വിളമ്പ്. ചിക്കൻ കറിയൊന്നും ഇല്ലമ്മ, പിന്നെ ഇത് കിഴങ്ങറിയാ. എന്താ കിഴങ്ങ് കറിയാ? ആർക്കാ ഇവിടെ ഗ്യാസ് കയറ്റുന്നത് നീയൊക്കെ കൂടാ? ഇതിലും വേഗം നിനക്കൊക്കെ എന്നെ കൊന്നൂടെ? ഓ, ഇന്നിന് ഞാൻ എങ്ങനെ കിടന്നുറങ്ങും വിശന്നിട്ട്? ഓ, എന്തോന്നടി ഇത്? എനിക്കെങ്ങും വേണ്ട. അല്ല, എല്ലാരും കഴിച്ചു കഴിഞ്ഞോ? ഇല്ല. എന്റെ രമ്യമോളെ, ഞാനിപ്പം നിന്നെ എന്റെ മനസ്സിൽ ധ്യാനിച്ചതേ ഉള്ളു. അപ്പൊ ദേ എന്റെ കൺമുമ്പില് എന്തൊരു അത്ഭുതം. എന്താ രമ്യ പാത്രത്തില്? ഇതേ ചിക്കൻ കറിയാ. ഓ, ഭഗവതി, ഞാൻ എന്തെന്നായി കേൾക്കുന്നത്? ഇന്ന് ചിക്കൻ കറി കഴിക്കണമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചതേ ഉള്ളു. ദേ കൊച്ചു ചിക്കൻ കറിയായിട്ട് വന്നിരിക്കുന്നു. സത്യം പറഞ്ഞ ഞാൻ ഇവിടെ നിന്ന് പോകാതിരിക്കുന്നത് രമ്യമോളെ മാത്രം മനസ്സിൽ കണ്ടിട്ടാ. യു ചുമ്മാ നോക്കിയേ, 2 സെക്കൻഡ് കൊണ്ട് മറുകണ്ടം ചാടി. ഞാനുണ്ടാക്കിയ നാടൻ ചിക്കൻ കറിയാ, നാടൻ കോഴിക്കറി. ഇത് രാജുവിന് വലിയ ഇഷ്ടാ. അയ്യോ, രാജുവിനെ കൊണ്ടുവന്നതാണോ? രാജുവിന് വേണ്ടി ഉണ്ടാക്കിയതാ, പക്ഷെ എല്ലാവർക്കും കഴിക്കാം, പ്രത്യേകിച്ച് മുണ്ടക്കലമ്മയ്ക്ക്. തങ്കപ്പെട്ട പെങ്കൊച്ച്. ഈ പ്രദേശത്ത് രാജുവിനെ പ്രേമിക്കാൻ ഈ വക ഒരു 2-3 കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ കാര്യം കുശാലായേനെ. എന്താ രുചി! ഇതിനെയാണ് കൈപുണ്യം കൈപുണ്യം എന്ന് പറയുന്നത്. എടേ, എനിക്ക് ചിക്കൻ കറിയൊന്നും വേണ്ട കേട്ടോ. ഒരു പെൺകുട്ടിക്ക് വേണ്ടത് സൗന്ദര്യം മാത്രമല്ല, പാചക വിദ്യാഭ്യാസം കൂടെയാ. രമ്യമോക്ക് ഇതെല്ലാം ഉണ്ട്. ഇങ്ങനെയുള്ള പെൺകുട്ടികളെ കല്യാണം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരേണ്ടത്. കേട്ടോ, രമ്യമോള് കയറി ചെല്ലുന്ന വീട്ടില് മഹാലക്ഷ്മി വിളയാടും. ഇവളൊക്കെയാണ് തറവാട്ടമ്മ, അറിയാമോ? ഈ തള്ള എവിടെ നിന്നാണ് പൈസ മേടിച്ചോ? വാങ്ങിക്കാണും. എനിക്ക് വേണ്ട, ഞാൻ കുറെ ദിവസമായിട്ട് വെജിറ്റേറിയനാ. അകലേ നോവിനാലേ